ഉലകം ചുറ്റുന്ന രണ്ട് മുത്തശ്ശിമാരുണ്ട് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ. ഇവരുടെ പ്രായവും യാത്ര ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയും കേട്ടാൽ നമ്മൾ ഞെട്ടും. 86-ൽ എത്തി നിൽക്കുന്ന വത്സല മേനോൻ, 2 വയസ്സ് താഴെയുള്ള അനുജത്തി രമണി, പ്രായത്തെ പഴി പറഞ്ഞ് വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നവർ ഈ മുത്തശ്ശിമാരെ കണ്ടുപഠിക്കണം. കംബോഡിയ, വിയറ്റ്നാം, അയർലൻഡ്, ബാങ്കോക്ക്, മലേഷ്യ, സിംഗപ്പൂർ, പാരീസ്, നെതർലാൻഡ്, ആംസ്റ്റർഡാം, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി തുടങ്ങി 16ഓളം വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തു വന്ന് ഈ മുത്തശ്ശിമാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ വടക്കോട്ട് തറവാട്ടിൽ വിശ്രമത്തിലാണ്. യാത്രാ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചാൽ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയും, ജീവിതം ആനന്ദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കണം. മക്കളൊക്കെ മക്കളൊക്കെ അതെ അത്രേ ഉള്ളൂ. ആർക്കും വിഷമമൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവര് ആഗ്രഹങ്ങളില്ല. എല്ലാ ചെറിയ സന്തോഷങ്ങളും എൻജോയ്. ഇപ്പൊ എന്തെങ്കിലും ചെറിയ വിഷമം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഹാപ്പിയായി. ആരോടും അങ്ങനെ ഒരു പരിഭവമില്ല, ജീവിതത്തിനോടൊരു പരാതിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരിയിലെ ചേലക്കര മഠത്തിൽ പ്രവർത്തിച്ചിരുന്ന ആധ്യാത്മിക പ്രബോധന സംഘത്തിൽ നിന്നാണ് പുറം യാത്ര തുടങ്ങുന്നത്. പിന്നീട് 70 വയസ്സ് മുതൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ആരംഭിച്ചു. വിദേശ രാജ്യങ്ങളിലെ യാത്രയിൽ സെറ്റുമുണ്ടും ബ്ലൗസും ഒക്കെ ഒഴിവാക്കി പാൻറ്റും കോട്ടും ഷൂവും അണിഞ്ഞ് അടിപൊളി വേഷത്തിലാണ് യാത്ര. കൊച്ചുമകൾ ഗായത്രി പത്മനാഭനാണ് യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക. എല്ലാ അറേഞ്ച്മെന്റും അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പക്ഷെ ഇവര് ഈ അപ്പിയറൻസ് അല്ലല്ലോ യാത്ര പോകുമ്പോ ജീൻസും ടോപ്പും ഫ്രോക്കും ഒക്കെ അല്ലേ വേണ്ടത്. സെലക്ഷൻ അതല്ല, രണ്ടുപേരും പക്ഷെ അവരുടെ മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ചെവിക്ക് ചെറിയ മീൻസ് ഇഷ്യൂസ് ഉണ്ട്, കണ്ണിനുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. സ്റ്റിൽ അവര് അതൊന്നും അവർ ചിന്തിക്കാറേയില്ല. ഞങ്ങള് എപ്പോഴെങ്കിലും കാലില് നീരുണ്ടായിരുന്നു, ഒക്കെ വെച്ചിട്ട് പോയി. എനിക്ക് എവിടെ പോകുമ്പോഴും ഒരു എന്തെങ്കിലും ഉണ്ടാവും. ഒരു പ്രാവശ്യം കൈ ഒടിഞ്ഞു, കൈ ഒടിഞ്ഞിട്ട് ഒടിഞ്ഞ കൈ വെച്ച് നെക്സ്റ്റ് ഡേ പോയി. അയോധ്യയില് പോയപ്പോ അവര് തട്ടി നോക്കിയിട്ടാ എന്താ കൈ ഒടിഞ്ഞത്. പിന്നെ പലപ്പോഴും ഇപ്പൊ എയർപോർട്ടിലൊക്കെ വെച്ചിട്ടൊക്കെ ഒരു എന്താ പറയാ, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് എന്തിനാണ് ഈ പ്രായത്തിൽ ഇപ്പോൾ കാശ്മീരൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇത്രയും പ്രായമായവരൊക്കെ പോയാൽ തടുപ്പാണ് പോയി. അപ്പോഴും പക്ഷെ ഇവർക്ക് ഇവരുടെ മൈൻഡ് സെറ്റിൽ ആരെന്ത് പറഞ്ഞാലും ഇവരതൊന്നും കേൾക്കില്ല. ഇവർക്ക് ഓക്കെ സാരമില്ല, അവർ പറഞ്ഞോട്ടെ, ഞങ്ങളതൊന്നും ചിന്തിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇവര് എന്താ പറയുക, നമ്മൾ പറയണ പോലെ അത്രയും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇവര് ടെക്നോളജി ഇവർക്ക് ഇഷ്ടമാണ്. ഇവര് എല്ലാ നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും OTT ഇടുന്ന സിനിമ കാണും, ഫേസ്ബുക്ക് കാണണം. എന്താ അമ്മ പറയായിരുന്നു, യൂറോപ്പിൽ പോകുമ്പോഴും അതെ, ഫോൺ കിട്ടില്ലല്ലോ, വൈഫൈ വേണല്ലോ. അപ്പൊ ഫസ്റ്റ് അമ്മ പറയും, ഞാൻ ബാഗൊക്കെ വെച്ചിട്ട് വരാം, ഇല്ല വൈഫൈ കണക്ട് ചെയ്ത് തന്നിട്ട് പോകുന്നത്. നമ്മളാണെങ്കിലും പറയുമ്പോഴാണ്, ഇല്ലെങ്കിൽ പ്രായം എന്നുള്ളൊരു ചിന്തയില്ല. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ പ്രകൃതിയുമായി ഇവർ ഇണങ്ങിച്ചേരും. രമണിയുടെ മകൾ ബിന്ദുവും ജർമ്മനിയിലുള്ള കൊച്ചുമകൻ ഗൗതവും മുത്തശ്ശിമാരുടെ വിദേശ യാത്രയ്ക്കൊപ്പം ഉണ്ടാകും. പലതരം ഭാഷകളും പലതരം ജീവിത രീതിയും ഇവർക്ക് ഒരു പ്രശ്നമല്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഇവരെ അലട്ടാത്തതും ഇവരുടെ മനസ്സിന്റെ വിശാലതയാകാം. ഇവർക്കൊപ്പം കഴിയുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഊർജം പകരുന്നത് പോലെ തോന്നും. ഞങ്ങളോട് യാത്ര പറയുമ്പോൾ അവർ പറഞ്ഞു നിർത്തി, അടുത്ത യാത്ര ലക്ഷദ്വീപിലേക്കാണ്. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നവർ ഈ മുത്തശ്ശിമാരുടെ കുടുംബത്തെ കണ്ടു പഠിക്കണം.